അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഒരു വലിയ ആഗ്രഹമായിരിക്കും ചിലപ്പോൾ നല്ലൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ പല റിസൾട്ടുകളും കണ്ടിട്ടുണ്ടാവും, പേപ്പറിലൂടെയും ടി വിയിലൂടെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുറേ പേർക്ക് ഇതേ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു, ഫുൾ മാർക്ക് കിട്ടുന്നു, നീറ്റിലും ജെയിലും കീമിലും ഒക്കെ നല്ല റിസൾട്ടുകൾ നമ്മളുടെ ബ്രില്യൻറ്റിലെ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരിക്കും അല്ലേ, എനിക്കും ഇതുപോലെ പേപ്പറിലും അതുപോലെ ടി വിയിലും ഒക്കെ ഒന്ന് എൻ്റെ ഫോട്ടോ വരണം എന്നുള്ളത് നിങ്ങളുടെയും ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം അല്ലേ? അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതെ നമ്മുടെ JEE എക്സാമിനെയും കീം എക്സാമിനെയും ഒന്നും നമുക്ക് അങ്ങോട്ട് കയ്യിലാക്കാനായിട്ട് പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു സുവർണ്ണ അവസരവുമായിട്ടാണ് നമ്മുടെ ബ്രില്യൻ ഫാമിലി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മുടെ ബ്രില്യൻ ഫാമിലി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ 8ൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 9ാം ക്ലാസ്സിനുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓഫ്ലൈൻ മോഡിലും അതുപോലെ തന്നെ ഓൺലൈൻ മോഡിലും നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഓഫ്ലൈൻ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ 29-നും അതേപോലെ തന്നെ ഓൺലൈൻ എക്സാം നടക്കുന്നത് ഒക്ടോബർ 27-നുമാണ്. അപ്പോൾ ആർക്കെങ്കിലും രണ്ടിനും ഒരേ സിലബസും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷെ പഠിക്കുന്നതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങാനും കാരണവശാൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് കരഞ്ഞു പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത മാസം 27-ാം തീയതി എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഓൺലൈൻ എക്സാം കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങണം അല്ലേ? അപ്പോൾ പഠിച്ചു തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ഒരു സിലബസ് വേണ്ടേ? എന്താണ് പഠിക്കേണ്ടത് മിസ്, എക്സാമിനെ കുറിച്ച് മാത്രമല്ലേ മിസ് പറയുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് എന്ത് വേണം, ഒരു സിലബസ് വേണം, നമുക്ക് പഠിച്ചു തുടങ്ങണം അല്ലേ? അപ്പോൾ അത് പഠിച്ചു തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്കുള്ള സിലബസ് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം മിസ് ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്, മിസ് കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കെമിസ്ട്രിയിൽ ഈ എക്സാമുകൾക്ക് വരുന്ന സിലബസ് എന്താണെന്നൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് കെമിസ്ട്രിയിലുള്ളത്. പിന്നെ കെമിസ്ട്രി നിങ്ങൾക്കൊക്കെ പഠിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? നമുക്ക് നല്ല രസമായി നല്ല ഇഷ്ടപ്പെട്ട് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് എന്താ നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ്. കാരണം നമ്മുടെ ഡെയിലി ലൈഫൊക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്, അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ വരുന്ന നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ആസിഡ് ബേസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഓൾറെഡി മക്കൾ 7ാം ക്ലാസ് മുതൽ നമ്മളുടെ ആസിഡ് ബേസുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആസിഡ് ബേസസിൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് തന്നെ എന്തറിയണം, എന്തായാലും ആസിഡ് ബേസ് എന്ന് പറയുന്ന 2 ആൾക്കാർ പ്രസൻറ്റ് ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമുക്കറിയണം അല്ലേ? നമ്മുടെ ആസിഡ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബേസസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് തന്നൊരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യണം, നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സിനെ യൂസ് ചെയ്യണം വേണ്ടേ? അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? മിസ് ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ച് തരണോ ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള കാര്യം? നമ്മളുടെ ലിറ്റ്മസ് പേപ്പർ, അതുപോലെ തന്നെ ചൈന റോസ്, അതുപോലെ തന്നെ നമ്മൾ ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, ടെർമറിക്, ഇങ്ങനെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊക്കെ മക്കൾ പഠിച്ച് ഓർക്കുന്നില്ലേ? അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സും അവരുണ്ടാക്കുന്ന ആസിഡിലും ബേസിലും ഉണ്ടാക്കുന്ന കളർ ചേഞ്ചുകളും ഉണ്ട് അല്ലേ? അപ്പോൾ ആ കളർ ചേഞ്ചുകളെ കുറിച്ചും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, മക്കൾ ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ടാവും. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു ഓരോ കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കോഡുകളൊക്കെ വെച്ച് എന്ത് ചെയ്യുക, ഈ കളർ ചേഞ്ചുകളൊക്കെ കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെക്കണം. കാരണം ആ കളർ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്, നിങ്ങൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, ബേസും ആസിഡും സ്ട്രോങ്ങും വീക്കും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സ്ട്രോങ് ആസിഡുകൾ ഏതാണെന്നും അതുപോലെ തന്നെ വീക്ക് ആസിഡ് ഏതാണെന്നും സ്ട്രോങ് ബേസ് ഏതാണെന്നും അതുപോലെ വീക്ക് ബേസ് ഏതാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതേപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ന്യൂട്രലൈസേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. നമ്മളുടെ ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് സോൾട്ടും ഒരു വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷനാണ് അല്ലേ? അപ്പോൾ ആ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ
കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇക്വേഷനൊക്കെ ഒന്ന് കറക്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു ന്യൂട്രലൈസേഷൻ നമ്മളുടെ എവറി ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. നമ്മളുടെ ആൻബൈറ്റിൻ്റെ കേസ്, അതേപോലെ തന്നെ നമ്മളുടെ അസിഡിറ്റിയുടെ കേസ്, അങ്ങനെയൊക്കെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ച് ഓർക്കുന്നില്ലേ? സോ ആ എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂട്രലൈസേഷൻ കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, നമ്മുടെ കുഞ്ഞ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ആസിഡ് ബേസിസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നല്ല രസമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുക കേട്ടോ. അടുത്തതായിട്ട് വരുന്ന നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതായത് ചേഞ്ചുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ആസിഡ് ബേസിസിൽ ആദ്യം നമ്മൾ ആസിഡിനെയും ബേസിനെയും കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയ പോലെ തന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉറപ്പായിട്ട് നമ്മൾ എന്തറിയണം, വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് വാട്ട് ഈസ് കെമിക്കൽ ചേഞ്ച് എന്നുള്ള ഒരു ഐഡിയ ആദ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 3 റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ 3 റിയാക്ഷൻസ് പേര് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മക്കൾ ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്, നമ്മളുടെ തെർമോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ അവിടെ വരുന്ന ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്. സോ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് മക്കൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് നമ്മളുടെ എൻഡോ എർജിക് അതുപോലെ തന്നെ എക്സോ എർജിക് റിയാക്ഷൻസ്. സോ അവരെ കുറിച്ചും എന്ത് ചെയ്യുക, ഇതൊന്നും നിങ്ങളിങ്ങനെ വിപുലമായിട്ടല്ല, ഏകദേശം ഇവരെ കുറിച്ചൊക്കെ എന്തുണ്ടാക്കുക, ഒരു ഐഡിയ, ബേസിക് ഐഡിയ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. എൻഡോ എർജിക് അതുപോലെ തന്നെ എക്സോ എർജിക് റിയാക്ഷൻസിനെ കുറിച്ച്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് എന്തുണ്ട്, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുറച്ച് സെല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. സോ ആ സെല്ലുകൾ, അതായത് നമ്മുടെ ഡ്രൈ സെൽ, മെർക്കുറി സെൽ, നിക്കൽ കാഡ്മിയം സെൽ, അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. സോ ആ സെല്ലുകളെ കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. എവിടെയൊക്കെയാണ് ആ സെല്ലുകൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്ന നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ എന്തായാലും സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ 2 ആൾക്കാർ കൂടി ചേരുമ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പോൾ ആരൊക്കെയാണ് അതെന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ? നമ്മുടെ സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്ന് കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറി, നമ്മൾ സൊല്യൂഷൻ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ തന്നെ നമ്മുടെ ഡൈലൂട്ട് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, അവരെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഒന്നുമില്ല, സിമ്പിളാണ് അല്ലേ. സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കുറഞ്ഞ ആരായി, നമ്മുടെ ഡൈലൂട്ട് സൊല്യൂഷൻ ആയി. സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് ആരായി, നമ്മുടെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയി. സോ ആ ഒരു ബേസിക് ഐഡിയ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് സൊല്യൂഷൻസ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആരൊക്കെയാണ്, നമ്മളെ സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ്, ഈ 3 ആൾക്കാരെ കുറിച്ച് നല്ല അടിപൊളിയായിട്ടൊരു ഐഡിയ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ മിക്സ്ചേഴ്സിനെ കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മിക്സ്ചേഴ്സിൽ തന്നെ നമ്മൾ 3 ആളുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മളുടെ ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ, അതുപോലെ തന്നെ കൊളോയിഡ്. ഓക്കെ, അപ്പം മിസ് എടുത്ത് പറയുന്ന ഈ വേർഡുകളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അവരുടെ ടേസ്റ്റ്, അവരുടെ മണം, അതായത് അവരുടെ സ്മെല്ലിനൊക്കെ വേണ്ടി നമ്മൾ പല പല കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ കെമിക്കൽസിൻ്റെ ഒരു ബോക്സ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കെമിക്കൽസ് ഓരോന്നും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏത് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത നമ്മളുടെ വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതേപോലെ തന്നെ വാട്ട് ഈസ് ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്, ഹീറ്റ് കപ്പാസിറ്റി, ഇവരൊന്നും നിങ്ങൾ മറന്നു പോകരുത്. എന്താണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതുപോലെ എന്താണ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്, ഈ ആ ഒരു ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ 100 ഡിഗ്രി സെൽഷ്യസ്, അതേപോലെ തന്നെ നമ്മുടെ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഡിഗ്രി സെൽഷ്യസുകൾ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി നോക്കി വെക്കണം.
അതുപോലെ വാട്ടറിനുള്ള വേറൊരു മെയിൻ പ്രോപ്പർട്ടിയാണ് നമ്മുടെ വാട്ടറിന് സർഫസ് ടെൻഷൻ അല്ലേ. അപ്പോൾ ആ സർഫസ് ടെൻഷനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മൾ ബ്ലേഡൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ബ്ലേഡ് ഇതേ അവിടെ പൊങ്ങി കിടക്കുന്നു വാട്ടറിൽ. അതുപോലെ നമ്മുടെ ഇൻസെക്റ്റുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇൻസെക്റ്റിന് നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടല്ലോ. സോ ആ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ നോക്കി വെക്കുക. അതേപോലെ തന്നെ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇലക്ട്രിസിറ്റിയൊക്കെ കടത്തിവിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് വാട്ടറിൽ നമ്മളൊരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമ്മുടെ വാട്ടറിൻ്റെ കമ്പോണൻസ് ആരൊക്കെയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. വാട്ടറിൻ്റെ കമ്പോണൻസ് ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മളുടെ വാട്ടർ എങ്ങനെയാണ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്നുള്ള ആ ഒരു കുഞ്ഞി റിയാക്ഷൻ ഉണ്ട്, അത് നോക്കി വെക്കണം. അതുപോലെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ സ്വന്തം വാട്ടർ ആണ് അല്ലേ. സോ ആ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ബോക്സ് നമ്മളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. സോ മക്കളെ എന്ത് ചെയ്യണം, അതും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങളിങ്ങനെ കാണാതെ പഠിക്കേണ്ട മിസ് പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പല രീതിയിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ കൺസെപ്റ്റുകൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അല്ലാതെ കാണാതെ ഇങ്ങനെ പഠിച്ചിട്ട് എക്സാമിന് ഒരിക്കലും പോകരുത്. അതേപോലെ തന്നെ ലാസ്റ്റ് അവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ സോഫ്റ്റ് വാട്ടറും അതുപോലെ തന്നെ ഹാർഡ് വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റായിട്ടൊന്ന് നോക്കി വെക്കേണ്ടത്. അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ വാട്ട് ഈസ് മാറ്റർ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസും അതുപോലെ മാസും ഉള്ള ഏതാളെയും നമ്മൾ എന്ത് വിളിക്കും, മാറ്റർ എന്ന് വിളിക്കും അല്ലേ. ഇപ്പോൾ മിസ്സാണേലും നിങ്ങളാണേലും മിസ്സിൻ്റെ മുന്നിലിരിക്കുന്ന ലാപ്പ് ആണെങ്കിലും ഒക്കെ എന്താ മാറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക വാട്ട് ഈസ് മാറ്റർ. എന്തായാലും മാറ്റർ പഠിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് മാറ്റർ എന്നുള്ള ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുക കേട്ടോ. ദെൻ അതിനുശേഷം നമുക്കറിയാം നമുക്ക് എന്തുണ്ട്, പല സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്. ആരൊക്കെയാണ്, നമ്മൾ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട് അല്ലേ. സോ അത് കഴിഞ്ഞിട്ടും കുറച്ച് നമ്മളുടെ സ്റ്റേറ്റുകളുണ്ട്. ആരൊക്കെയാണെന്ന് മക്കൾക്കറിയോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതും നമ്മളുടെ ഒരു കുഞ്ഞി പെട്ടിക്കളിയിൽ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് വരുന്നത്, നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്മ ഉണ്ട്, അതേപോലെ തന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. കാരണം ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം 5ാമത്തെ സ്റ്റേറ്റ് ചെയ്താൽ 4ാമത്തെ സ്റ്റേറ്റ് ചെയ്താന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചറവറാന്ന് എഴുതാൻ കിട്ടണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ സ്റ്റേറ്റുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൻ്റെ കേസിലാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഈ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഒക്കെ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അതിലെ പാർട്ടിക്കിൾസിൻ്റെ എനർജി വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതുകൂടി എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതേപോലെ നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, ഗ്യാസ് വീണ്ടും സോളിഡ് ആവുന്നു. ഇങ്ങനെയൊക്കെ പല 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 പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. സോ ഈ ഓരോ പ്രോസസ്സുകൾക്കും നമ്മൾ ഓരോരോ ഓമന പേരിട്ട് വിളിക്കാറുണ്ടല്ലോ. സോ ആ പേരുകൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സബ്ലിമേഷനൊക്കെ അതൊക്കെ എല്ലായിടത്തും ചോദിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ പേര് കണ്ടൻസേഷൻ, വേപ്പറൈസേഷൻ, ഫ്യൂഷൻ, ഡിപ്പോസിഷൻ, സബ്ലിമേഷൻ, ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഇൻ്റർ കൺവേർഷൻസ് വരുന്ന സമയത്ത്. സോ എന്ത് ചെയ്യണം മക്കളെ, ഉറപ്പായിട്ടും ആ ഒരു ഫ്ലോ ചാർട്ട് പോലെയുള്ള സാധനം പഠിച്ചു വെക്കണം കേട്ടോ. മിസ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സബ്ലിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സബ്ലിമേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ സബ്ലിമേഷൻ കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക വിത്ത് അതിൻ്റെ എക്സാമ്പിളിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ സബ്ലിമേഷൻ ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് ഡിഫ്യൂഷൻ എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ആ ഇൻറ്റർ മിക്സിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫ്യൂഷൻ പ്രോസസ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക, അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ചാപ്റ്ററിന് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ സെപ്പറേഷൻ ടെക്നിക്സ് അല്ലേ. ഒരു മിക്സ്ചറിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ സെപ്പറേഷൻ ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2-3-4 മെത്തേഡ്സ് നമ്മളവിടെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ മെത്തേഡ്സ് എന്ത് കാറ്റഗറി അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ മെത്തേഡും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഏതൊക്കെ വരുന്നുണ്ട്, നമ്മളുടെ ഡിസ്റ്റിലേഷൻ വരുന്നുണ്ട്, നമ്മളുടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ
ഡിസ്റ്റിലേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സെപ്പറേറ്റിംഗ് ഇമ്മിസിബിൾ ആയിട്ടുള്ള നമ്മുടെ ലിക്വിഡ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് വരുന്നുണ്ട്. അതുപോലെ സെൻട്രിഫ്യൂഗേഷൻ വരുന്നുണ്ട്, ക്രൊമറ്റോഗ്രഫി വരുന്നുണ്ട്. സോ ഈ ഒരു സെപ്പറേഷൻ മെത്തേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും നോക്കി വെക്കണം. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മളുടെ അടുത്ത ചാപ്റ്റർ വന്നിട്ടുണ്ട്. ഏതാണ്? ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനാണ് നമ്മളുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒക്കെ ഒരു ബേസിസ് ഉണ്ടാവുന്നതും ആ പീരിയോഡിക് ടേബിളിനൊക്കെ നിങ്ങൾ കൂടുതലായിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അടുത്തറിയുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? നമ്മളുടെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ആറ്റം, മോളിക്യൂൾ, കോമ്പൗണ്ട് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുന്നത് എവിടെയാണ്? ഈ ഒരു ചാപ്റ്ററിലാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറച്ച് സയൻറ്റിസ്റ്റുമാരെ കുറിച്ചുള്ള കുഞ്ഞൊരു ഐഡിയ മക്കൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ ഹംഫ്രി ഡേവിയെ കുറിച്ചും കാവൻഡിഷിനെ കുറിച്ചുള്ള കുഞ്ഞു കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. സോ അത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എലമെൻസിനെയും കോമ്പൗണ്ട്സിനെയും കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ബെർസീലിയസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു കാര്യം അവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും എന്ത് ചെയ്യുക, മക്കളൊന്ന് നോക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ പല എലമെൻസിൻ്റെയും പേരുകൾ വന്നിട്ടുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള ഒരു ബോക്സ് ഒക്കെ നമ്മളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പൊട്ടാസ്യം അതുപോലെ തന്നെ അങ്ങനെ പല ആളുകളെ കുറിച്ചും അതിൽ പറയുന്നുണ്ട് അല്ലേ. സോ അത് എന്ത് ചെയ്യണം, അതൊന്ന് നിങ്ങൾ ആ ബോക്സ് നിങ്ങളൊന്ന് നോക്കി വെക്കണം. അതേപോലെ തന്നെ പല എലമെൻറ്റുകളുടെയും സിമ്പിൾസ്, ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം സോഡിയത്തിൻ്റെ സിമ്പിൾ എന്താണ്, കാൽഷ്യത്തിൻ്റെ സിമ്പിൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾസ് എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരൊക്കെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സിമ്പിൾസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ കെമിക്കൽ ഇക്വേഷൻസ് വരുന്നുണ്ട് നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത്. ആ കെമിക്കൽ ഇക്വേഷൻസിൽ ഒരു ഇക്വേഷൻ എന്നാൽ ആരാണ് റിയാക്ടൻ, ആരാണ് പ്രോഡക്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് അറിയണം. സോ അതുകൊണ്ട് തന്നെ ആ കെമിക്കൽ റിയാക്ഷൻസും അതേപോലെ റിയാക്ടൻ, പ്രോഡക്റ്റ് ഇതൊന്നും നമ്മൾ കാണാതെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നമുക്കറിയാം ആരോടെ മുന്നിലുള്ളത് ആരോടെ ശേഷമുള്ളതാണ് റിയാക്ടൻ, പ്രോഡക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ആൻഡ് ലാസ്റ്റ് നമ്മളുടെ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ്, നമ്മളുടെ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ട് സൈഡിലും ആറ്റംസ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസിങ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ആ ഒരു ബാലൻസിങ് എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെ നോക്കാനുള്ളൂ. കോളിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക, അതേപോലെ തന്നെ കോൾ ഫോർമേഷൻ, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളും അതിൻ്റെ യൂസസും നോക്കി വെക്കണം. അതുപോലെ തന്നെ പെട്രോളിയം, അതിൻ്റെ ഡിസ്റ്റിലേഷൻ, റിഫൈനിങ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് വരുന്ന നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പൽഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചധികം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് കമ്പൽഷൻ, അതേപോലെ തന്നെ കമ്പൽഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. അതേപോലെ ഒരു കമ്പൽഷൻ അല്ലെങ്കിൽ ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൊണ്ട് നമുക്ക് തീ കെടുത്തണം അല്ലേ. സോ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ബോക്സിൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മളുടെ രണ്ടാമത്തെ പോർഷനാണ് നമ്മളുടെ ഫ്ലെയിം. അതേപോലെ ഫ്ലെയിമിൻ്റെ ആ ഒരു ഫിഗറൊക്കെ, ഒരു കാൻഡിൽ ഫ്ലെയിം തന്നിട്ട് അതിൻ്റെ ഫിഗറും അതിൻ്റെ ഓരോ പാർട്ടും അതിൻ്റെ കളറും അതിലെവിടെയാണ് ഹോട്ട് കൂടുതൽ, ഹോട്ട്നെസ് കുറവ് എന്നൊക്കെ ഉള്ള ഒരു ഫിഗർ നമുക്ക് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ആ ഒരു ഫിഗർ എന്ത് ചെയ്യുക, നല്ല തെറോ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽസിൻ്റെ കലോറിഫിക് വാല്യൂ. അപ്പോൾ ഒരിക്കലും കലോറിഫിക് വാല്യൂ ഓരോ ഫ്യൂവലിൻ്റെയും എന്താണെന്നൊന്നും നമ്മളോട് വാല്യൂ ഒന്നും നിങ്ങളോട് ചോദിക്കാനായിട്ട് പോകുന്നില്ല. ജസ്റ്റ് വാട്ട് ഈസ് കലോറിഫിക് വാല്യൂ എന്നുള്ള ഒരു ഡെഫിനേഷൻ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മളുടെ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഫ്യൂവൽസിൻ്റെ ഹാംഫുൾ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു വിടുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കമ്പൽഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ചാപ്റ്ററിന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നും. എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മക്കൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല
അടിപൊളിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ മിസ്സുമാർ പറയുന്നതനുസരിച്ച് ഓരോ വീഡിയോസും നോക്കി നിങ്ങൾ ആ ടോപ്പിക്സ് ഒക്കെ എഴുതിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഇരുന്ന് പഠിക്കുക. അതേപോലെ എക്സാം ഒക്കെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഏത് എക്സാം ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, ആ എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒപ്പം തന്നെ അപ്പോൾ മക്കൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്നുള്ളത് മിസ്സും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി അടുത്ത വർഷം 9th നമ്മുടെ ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഒപ്പം ഉണ്ടാവണം എന്നാണ് നമ്മളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.